അങ്ങനെ കുറച്ചധികം ദിവസങ്ങൾക്ക് ശേഷം ഞാൻ വീണ്ടും ഒരു വീഡിയോ ആയിട്ട് വന്നതാണ്. ഇപ്പം നമ്മൾ വിൻ്റർ ടൈമൊക്കെ ആയതുകൊണ്ട് നമ്മൾ പൊതുവേ അങ്ങനെ വീക്കെൻഡ്സിൽ എവിടേക്കും അങ്ങനെ പോവലൊന്നുമില്ല. കാരണം നമുക്ക് തണുപ്പത്ത് അങ്ങനെ ഒരുപാട് നടന്ന് എക്സ്പ്ലോർ ചെയ്യാനൊന്നും പറ്റാറില്ല, ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഇന്ന് നമ്മൾ പക്ഷെ ഇവിടെ അടുത്ത് തന്നെ ഉള്ളൊരു സ്ഥലമുണ്ട്, ഓൾഡ് പോർട്ട്. നമ്മൾ അവിടെ പോകാമെന്ന് വിചാരിച്ചിട്ട് ഇറങ്ങിയതാണ് കേട്ടോ. എന്താ പറയുക, അവിടെ ഞാൻ പോകാനുള്ള മെയിൻ റീസൺ എന്ന് പറയണത് അവിടുന്ന് നല്ല നല്ല ക്യാരമൽ പോപ്കോൺ കിട്ടും. അതിൻ്റെ ഒരു സ്മെല്ലുണ്ട് അവിടെ എത്തുമ്പോൾ തന്നെ ഇങ്ങനെ ഭയങ്കര അടിപൊളിയാണ് ആ ഒരു സ്മെല്ല്. അപ്പോൾ അത് കഴിക്കുക എന്നുള്ളതാണ് എൻ്റെ മെയിൻ ഉദ്ദേശം. പിന്നെ ഈ ഒരു സിറ്റിൻ്റെ വ്യൂ എൻ്റെ ഫോണിൽ എത്ര വീഡിയോസ് ഉണ്ടെന്നുള്ളത് എനിക്ക് തന്നെ അറിയില്ല. എപ്പോഴൊക്കെ ഡൗൺ ടൗണിൽ പോവോ അപ്പോഴൊക്കെ ഞാനിത് എടുത്ത് വെക്കും. ഭയങ്കര ഭംഗിയല്ലേ രാത്രി ഇങ്ങനെ ഫുൾ ലൈറ്റ്സും. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ നമ്മൾ പോവാണ്. ഇപ്പം നിങ്ങൾക്ക് പോകുമ്പോൾ ഇതിൻ്റെ ബാക്കിലൊരു ക്യൂ 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 സൗണ്ട് കേൾക്കണില്ലേ? അത് പോലീസല്ല ഗൈസ്, അതൊരു ആംബുലൻസ് ആയിരുന്നു. ഒരു ആംബുലൻസ് അങ്ങോട്ട് ചെറിപ്പഞ്ഞ് പോവാണ്. അതിപ്പോൾ തന്നെ ഞാൻ ഇവിടെ പറഞ്ഞത് അതല്ലല്ലോ ഇപ്പോൾ ഇവിടുത്തെ വിഷയം. അങ്ങനെ ഫൈനലി നമ്മൾ ഓൾഡ് ബോട്ടിൽ റീച്ച് ആയി. ഞാൻ അതിന് മുന്നേ ഒരു പ്രാവശ്യം ഇവിടെ വന്നിട്ടുണ്ട്. അത് സമ്മർ ടൈമിലായിരുന്നു വന്നത്. ഒരു രാവിലത്തെ ഒരു സമയത്താണ് വന്നിരുന്നത് കേട്ടോ. ഇത്ര രാത്രി ആയിട്ടുണ്ടായില്ല അന്ന് വന്നപ്പോൾ. ഇപ്പോൾ രാത്രി ആവാനുള്ള മെയിൻ റീസൺ ഇവിടെ ഒരു 5 മണി ആകുമ്പോഴേക്കും ഇരുട്ടാവും. അതുകൊണ്ടാണ് ഇങ്ങനെ ആയത്. നമ്മൾ ഒരുപാട് ലേറ്റായൊന്നും പോയതൊന്നുമല്ല. ആൻഡ് ഇതാണ് നമ്മളെ മറ്റൊക്കെ ഉണ്ടോ വലിയ യന്ത്രൂഞ്ഞാലുണ്ടോ, ആ ഒരു സംഭവം നമ്മളിൽ കയറിയിട്ടൊന്നുമില്ല. അതാണ് ആ ഒരു ഏരിയ ഉണ്ടല്ലോ, അങ്ങോട്ടാണ് നമ്മൾ പോകാൻ പോണേ. ആ ഒരു സിറ്റി ലൈറ്റും കാര്യങ്ങളൊക്കെയാണ് ഇപ്പോൾ നിങ്ങൾ ഈ കാണുന്നത്. നല്ല രസമല്ലേ കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ എന്തായാലും നമുക്ക് നടക്കാം. നമുക്കിവിടെ പാർക്കിംഗ് കിട്ടാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് കേട്ടോ. നമ്മൾ ഇതിപ്പോൾ വിൻ്റർ ആയതുകൊണ്ട് മാത്രമാണ് ഞങ്ങൾക്ക് പാർക്കിംഗ് കിട്ടിയത്. ഞാനിവിടെ വന്ന സമയത്ത് ഓൾഡ് ബോട്ടിൽ വന്ന് പാർക്കിംഗ് കിട്ടാതെ തിരിച്ച് വരെ പോയ ദിവസങ്ങളുണ്ടായിക്കോളും. ആൻഡ് നമ്മൾ പാർക്കിംഗ് കിട്ടി നമ്മൾ അങ്ങോട്ട് പോകാൻ വേണ്ടിയിട്ട് ഇറങ്ങിട്ടോ, കോട്ട് സൂട്ടൊക്കെ ഇട്ടിട്ട്. നല്ല തണുപ്പുണ്ടല്ലോ, നല്ല കാറ്റുണ്ട്. സോ ഗായ്സ്, കാലങ്ങൾക്ക് ശേഷം നമ്മൾ വീണ്ടും ഒരു വ്ലോഗുമായി വന്നതാണ്. നമ്മളിന്ന് ഓൾഡ് ബോട്ടിൽ വന്നതാണ് കേട്ടോ. ഈ കാണുന്നതാണ് ഓൾഡ് ബോട്ട്. അവിടെ ഒരു യന്ത്രൂഞ്ഞാലൊക്കെ ഉണ്ട് കണ്ടോ. ഇവിടെ ഇതൊക്കെ നമ്മളെ സ്പോൺസർ. ഇവിടുത്തെ മെയിൻ ബുദ്ധിമുട്ട് എന്താ വെച്ച് കഴിഞ്ഞാൽ ഇവിടെ പാർക്കിംഗ് കിട്ടൂല. നമുക്ക് ലേറ്റ് ആയതുകൊണ്ട് എന്താണെന്നറിയില്ല, നമുക്കൊരു പാർക്കിംഗ് ഇവിടെ കിട്ടിക്കും. അതിന് ഇനി ഫൈൻ എന്തെങ്കിലും വരുമോ എന്നുള്ളത് വരും പറയാം. ലെറ്റ്സ് ഗോ ഗൈസ്. കണ്ടോ, ഹായ് നല്ല രസല്ലേ. ഈ സാധനം ഉണ്ടല്ലോ ഒടുക്കത്തെ സൈസാണ്. നമ്മൾ അങ്ങോട്ടാ പോണേ നമ്മൾ. പക്ഷെ നമ്മൾ അതിലൊന്നും കയറൂല കേട്ടോ, അതിലൊന്നുള്ള ധൈര്യം എനിക്കില്ല. ഇതൊക്കെ കോണ്ടോസാണ്. നല്ല ഭംഗി. ഇവിടെ നല്ല എക്സ്പെൻസീവ് ആയിരിക്കും അല്ലേ. ഓരോരുത്തരും മരമൊക്കെ കുഴിച്ചിട്ടിരിക്കണ. ഇവിടെ എന്നും തീരാത്ത റോഡ് പണിയായിരിക്കും. എന്താണാവോ, ഞാൻ വന്നത് തുടങ്ങിയ റോഡ് പണിയാണ് ഇവിടെ. പുല്ലുവരെ ഇതിൽ നടന്നാലോ, ഇതിൽ നടക്കാൻ പറ്റുമോ? നമ്മളിതുവഴി നടക്കും. ഇവിടെയൊക്കെ ഇഷ്ടം പോലെ സൈക്കിൾ കിട്ടോ. നമുക്ക് പേ ചെയ്ത് കഴിഞ്ഞാൽ സൈക്കിൾ എടുക്കാൻ പറ്റും. ഇവിടെ ഇങ്ങനെ വണ്ടിയിൽ വന്നിങ്ങനെ ഇതൊക്കെ. ഇവിടെ ആരാണോ നിൽക്കണത്? യേശു ആണോ? ദൈവം യേശു ആയിരിക്കും. ഇവിടെ നല്ല ഭംഗിയില്ലേ അത് അവിടെ കാണാൻ. ഇതൊരു ചേർച്ചാണോ കാക്കു അത്? അല്ലേ, നല്ല രസമുണ്ട് കാണാൻ. നല്ല വണ്ടികൾ ഇഷ്ടംപോലെ ആൾക്കാരെടുത്തുണ്ട്. എന്തൊരു തണുപ്പ്. ഒരു ക്ലോസ് കാണിച്ചുതരാം. കണ്ടോ, ദൈവം നമ്മളെല്ലാവരും അനുഗ്രഹിക്കുക. നല്ല രസമുണ്ട് കാണാൻ. അവിടെ കണ്ടോ, അവിടെ എന്തോ DJ നടക്കുന്നുണ്ട്. ആകെ ലൈറ്റാ. ധും ധും ധും. അമ്മേ, ഹായ്. നല്ല രസം. നല്ല തണുപ്പാണ് ഗൈസ്. കൈയൊക്കെ തൈസേക്കണം. ഞാൻ നിങ്ങൾക്ക് എന്നെ കാണിച്ചു തരാം. ചിരിക്കുന്നത്. ഹായ്, ഹലോ ഗൈസ്. നമുക്കിങ്ങനെ ഒന്നും നടക്കാൻ ഒരു ഇഷ്ടവുമില്ല. ബട്ട് ഗതികേട് വിൽ മേക്ക് അസ് ലൈക്ക് ദിസ്. കാരണം നമുക്ക് ഒരു രക്ഷയില്ല. മുഖത്തേക്ക്
ഭയങ്കര കാച്ചിങ്ങനെ അടിക്കുക. ഞാനിങ്ങോട്ട് വരാനുള്ളതിൻ്റെ മെയിൻ ഉദ്ദേശം ഇവിടെ നമുക്ക് ക്യാരമൽ പോപ്കോൺ കിട്ടും. പക്ഷെ ഇപ്പോൾ അതൊക്കെ പൂട്ടിപ്പോയിന്ന് തോന്നുന്നുണ്ട്. കാരണം അതിൻ്റെ സ്മെല്ല് ഇങ്ങോട്ട് തന്നെ വരും. ഇവിടെയാണ് അതിൻ്റെ ഷോപ്പുകൾ. കണ്ടോ ഈ റെഡ് കാണുന്നുണ്ടോ, അതാണ് അതിൻ്റെ ഷോപ്പുകൾ. അതൊക്കെ ഒരു പൂട്ടിപ്പോയിന്ന് തോന്നുന്നു. എന്നാൽ എനിക്ക് വിഷമാവും കേട്ടോ. പൂട്ടിയോലത് അതൊക്കെ പൂട്ടി. ഞാൻ കാക്കനോട് പറഞ്ഞത് അതൊക്കെ നേരത്തെ പൂട്ടുന്നു. കാക്കു എന്നിട്ട് ലേറ്റാക്കി എന്താ കാക്കുവോ. ഞാൻ കാര്യമായിട്ട് പോകുന്നത് അത് തിന്നാനാ, കിട്ടിയില്ല. ഇതൊക്കെ ഫ്രീസായോ ഇപ്പൊ തന്നെ? ഇതെന്താണ് ഇതൊക്കെ വെള്ളല്ലേനോ? ഇവിടൊക്കെ വെള്ളല്ലേനോ? അപ്പൊ ഇങ്ങനെ വെള്ളത്തിന്റെ മുകളിൽ നിക്കാം. കണ്ടോ എന്തൊരു. ഇതാണ് ഇവിടുത്തെ മെയിൻ അട്രാക്ഷൻ. നല്ല രസമല്ലേ. ഇവിടെ ഇങ്ങനെ കടാളുണ്ടാവും. ഇവിടെ കുറേ സാധനം മേടിക്കാൻ കിട്ടും. ഡ്രസ്സും കാര്യങ്ങളും ഒക്കെ കഴിക്കാനുള്ളതൊക്കെ കിട്ടും. ഇവിടെ ഒക്കെ ക്ലോസ് ചെയ്തു. ഇവിടുത്തെ ക്യാരമൽ പോപ്കോൺ ഒരു രക്ഷയില്ലാത്ത സാധനം. ഇവിടെ നമുക്കൊന്നും പ്രത്യേകിച്ചൊന്നും കാണിച്ചു തരാനുള്ളത് ഇതൊക്കെ തന്നെ ഉള്ളത്. ചെറിയൊരു വീഡിയോ ആയിരിക്കും. പറ്റിയ നൈറ്റ് ആയതുകൊണ്ട് ഭയങ്കര ഭംഗി ഉണ്ടാവും തോന്നുന്നു കാണാൻ. ഇതൊക്കെ ശരിക്കും വെള്ളമാണ് കേട്ടോ. പക്ഷെ ഈ വെള്ളം ഇവരെന്തോ ചെയ്തിക്കണ്. ഇതിൻ്റെ മേലെ എന്തോ ഇട്ടിക്കണ്. എനിക്കറിയില്ല. ഇവിടെ നല്ല തണുപ്പായി കഴിഞ്ഞ് കഴിഞ്ഞാൽ അവിടെയൊക്കെ കുറേ ലേക്ക് ഉണ്ട്. ഞാൻ കാണിച്ചു തരാം. പുഴ പോലെ കുഞ്ഞു സാധനങ്ങളുണ്ട്. അവിടെയൊക്കെ ഒരു ഫ്രീസാക്കും അത്ര. നമുക്ക് വിൻ്ററായിട്ട് ഇങ്ങോട്ട് വരണം. അയ്യോ ഇവിടുന്ന് അങ്ങോട്ടുള്ള വ്യൂ കണ്ടുള്ളൂ. വലിയ വെള്ളം അങ്ങനെ ആക്കിയിട്ടൊരു ഭംഗിയില്ല. അതിന് മുന്നേ നല്ല രസമുണ്ടായിരുന്നു. ചന്ദ്രനിൽ നിന്ന് വന്ന ബന്ധുവാണ് ഈ നടന്നു പോകുന്നത്. ചന്ദ്രനിൽ നിന്ന് വന്ന ചന്ദ്രനിക്കൊക്കെ പോകേണ്ടി വരും. ആക്ച്വലി നമുക്ക് 8 ഡിഗ്രി ഉള്ളൂ. പക്ഷെ കാറ്റുണ്ടായതുകൊണ്ട് നമുക്ക് അല്ല ഇവിടെ 8 ഡിഗ്രി അല്ല, ഞാൻ നോക്കിയല്ലോ 3 ഡിഗ്രിയാ. 3 ഡിഗ്രിയാ? ഫീൽസ് ലൈക്ക് 2 ഡിഗ്രി. ഇവിടെ ഈ പിന്നെ ഈ വെള്ളത്തില് ഇതേ ബേബിയേ, ഇത് പണ്ട് കപ്പലുകൾ വന്നിരുന്ന സ്ഥലമാണ്. ഓൾഡ് പോർട്ട് എന്ന് പറയാൻ കാരണം അതാ. പഴയ പോട്ടായിരുന്നത്. ഇതിലതാ ഈ കണ്ടില്ല. ഇപ്പൊ ഇവര് മൊത്തം കാർപ്പറ്റ് ഇട്ടിക്കാണ്. കാരണം എന്താ അറിയോ, അത് നമുക്ക് പറഞ്ഞു കൊടുക്കാം ക്ലിയർ ആയിട്ട്. ക്ലോസ് കണ്ടോ? ഞാനൊന്നുമില്ല അവിടെ നിന്ന് പോയി. മറ്റേ ഐ ലവ് കൊച്ചിൻ എന്ന് എഴുതിയ പോലത്തെ സാധനം ഇവിടെ ഉണ്ട് ഗൈസ്. ഇത് എത്രത്തോളം വലുതാന്ന് അറിയണമെങ്കിലേ മനുഷ്യന്മാർ ഇതിൻ്റെ അടുത്ത് നിൽക്കണം നോക്കിയാൽ മതി. കണ്ടോ ആളുകൾ അതിൻ്റെ അടുത്ത് നിൽക്കുമ്പോൾ അതിൻ്റെ ഒരു കൊട്ടൻ്റെ അത്രയും കൂടി ഇല്ല. ഹായ് ഹായ് ഹായ്. ഇത് കണ്ടിട്ട് തന്നെ തലമീനുണ്ട്. ഇതുമ്പോഴെങ്ങാനും കയറി കഴിഞ്ഞാലേ ട്രസ്റ്റ് ഇൻ പീസായി പോകും. ബട്ട് ഞാനൊരു ദിവസം കയറും ധൈര്യം സംഭരിച്ച്. എൻ്റെ മാപ്പിളക്ക് പിന്നെ എവിടെ വന്നു കഴിഞ്ഞാലും ഇവിടുത്തെ വാഷ്റൂമൊക്കെ ഒന്ന് കണ്ട് പരിചയപ്പെടണം, അല്ലെങ്കിൽ ഒരു സമാധാനം ഉണ്ടാവില്ല. ഇതിൻ്റെ ഒരു കാലാണ് കേട്ടോ ഘടിപ്പിച്ചിക്കണുണ്ടോ ഇവിടെ. അയ്യോ എന്തൊരു വലിപ്പം നോക്ക്. സോ ബിഗ്. ഇതാണ് ഇവിടുത്തെ ബാത്റൂം, ടോയ്ലറ്റ്സ്. ഇതിൽ ഒരാൾക്ക് കയറാൻ $27 കേട്ടോ. സ്റ്റുഡൻസിനാവുമ്പോൾ 23. 65+ ആണെങ്കിൽ പിന്നെയും കുറച്ചുകൂടെ കുറയും. ഫാമിലി ആയിട്ട് പോവാണെങ്കിൽ $80 കേട്ടോ, 80. അതിൻ്റെ പ്രൈസൊക്കെ അവിടെ കൊടുത്തിക്കണേ. ഒരു ബോക്സിൽ മാക്സിമം 8 ആണെന്ന് തോന്നുന്നു. 8 ആളുകളാന്ന് തോന്നുന്നു കയറാൻ. ഇല്ല 8 ആള് പോവും. അത് ഭയങ്കര സൈസ് ഉണ്ട് കാക്കു. നമുക്ക് തോന്നിച്ചാ ഒരു കുഞ്ഞു റൂമിൻ്റെ അത്ര ഉണ്ട്. പക്ഷെ നമ്മൾ കയറില്ല കൈസ്. നമുക്ക് നമ്മളെ നാട്ടിലത്തെ 9 ഉള്ള ഇതിൽ തന്നെ കയറിയിട്ട് ആർത്തിനെ ഞാനെങ്ങനെ ഇതിൽ കയറും. നല്ല എസ്തറ്റിക് കഫേസ് ഒക്കെ ഉണ്ട് കേട്ടോ ഇവിടെ.
ചില്ലടിക്കാൻ ചിൽ ചെയ്യാൻ. എന്താണ് ഇതിൻ്റെ ഒരു കാല്, ഇതിൻ്റെ ഒക്കെ ഒരു പവർ ഉണ്ടോ? ഓ മൈ ഗോഡ്. കാനഡയിൽ മാത്രം കണ്ടുവരുന്ന പ്രത്യേക തരം ഒരു സസ്യമാണത്. ഇത് പ്ലാസ്റ്റിക് ആണോ? തണുത്തിട്ട് മനസ്സിലാവണില്ല. സ്പോൺസർ എങ്ങോട്ടാണ്? നമ്മളിതിൻ്റെ അപ്പുറത്തെ സൈഡിൽ പോയി നോക്കട്ടെ. ഞാൻ നിൽക്കുന്നൊരു ഫ്രഞ്ച് വേർഡ് പഠിപ്പിച്ചു തരാം. സോർട്ടി എന്ന് പറഞ്ഞാൽ എക്സിറ്റ്. ഓക്കെ, നമ്മളിവിടെ എയർപോർട്ടിൽ വന്ന് ഇറങ്ങുമ്പോൾ ഏറ്റവും കൂടുതൽ കാണുക അതാണ് സോർട്ടി, എക്സിറ്റ്. വാക്ക് പഠിക്കല്ലേ, ഇതിനൊരു ഉപകാരമുണ്ടല്ലേ നമ്മളെ വീഡിയോ കാണുന്നുണ്ട്. നോക്ക്, എവിടെ നോക്കിയാലും പിന്നെ അത് കാണും. അതാണ് ഇവിടുത്തെ ഒരു പ്രത്യേകത. പിന്നെ ഈ ഒരു സൈഡൊക്കെ നല്ല രസമല്ലേ, നല്ല വെതറോ. എൻ്റെ കൈ ഇവിടെ ഐസായിരിക്കുക. ഞാൻ സ്റ്റെബിലൈസേഷൻ ഓണാക്കട്ടെ. സോറി, സ്റ്റെബിലൈസേഷൻ ഓണാക്കിയിട്ട് ഒന്നും കാണുന്നില്ലല്ലോ. ഹൈ ഐ ഹോപ്പ് നിങ്ങൾക്ക് ഇതൊക്കെ കാണുന്നുണ്ടാവും. വി ഫോർ വിക്ടറി. കണ്ടോളൂ, കൈ തണുത്ത് ഒരു പരിവയ്ക്കണ്. ഒന്നാമത് രാത്രിയാണ്, സ്റ്റെബിലൈസേഷൻ ഓണാക്കിയിട്ട് ഒന്നും കാണുന്നില്ല, ഇരുട്ടാണ്. അതുകൊണ്ട് നമ്മൾ ഇങ്ങനെ പോകുന്നു. നിങ്ങൾക്ക് മനസ്സിലാവണ്ടോ? ഒരുവിധം കാണുന്നുണ്ടാവും വിചാരിക്കുന്നു. ഇതൊക്കെ ഇവരെന്താ ഫ്രീസാക്കിയോ? എനിക്ക് മനസ്സിലാവുന്നില്ല. കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോൾ ഇതിലാറ് ഭംഗിയുണ്ടായിരുന്നു. എല്ലാവരും എന്തോ ചെയ്തു അല്ലേ? കാർപ്പറ്റ് ഇട്ടുക. അങ്ങനെ കാർപ്പറ്റ് വെള്ളത്തിൻ്റെ മേലെ അങ്ങനെ നിൽക്കുക. ഇത് കണ്ടിട്ട് ഒരുമാതിരി പായലും പൂപ്പലും അടിഞ്ഞ പോലെ ഒരു വൃത്തിയില്ല, ഒരു ഭംഗിയില്ല. അപ്പൊ മഞ്ഞ വെള്ളത്തിന്റെ മേലെ വന്ന് വീഴൂലേ? ഡിസംബറിൽ ഞങ്ങൾ ഡിസംബറിൽ ഇങ്ങോട്ട് വരേണ്ട ഗൈസ്. അപ്പോൾ നമുക്ക് കുറച്ചും കൂടി ഫൺ ആക്ടിവിറ്റീസ് കാണാൻ പറ്റും. ഇവിടെയൊക്കെ പിന്നെ ഒരു സെറ്റ് ചെയ്തിരിക്കണു അല്ലേ? ഇറങ്ങാനും കണ്ടോ, ഇതിവിടെ ഇറങ്ങാനൊക്കെ ഉള്ള പരിപാടിയൊക്കെ സെറ്റ് ചെയ്തിരിക്കണം. കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോൾ ഇങ്ങനെയല്ല, ഇവിടെ ഒക്കെ ഫുള്ള് വെള്ളമായിരുന്നു കേട്ടോ. നല്ല ഭംഗിയാണ്. ഞാൻ അന്ന് ഇതിലാറെ കുറച്ചുകൂടി ഭംഗിയുള്ള വീഡിയോസ് എടുത്തിരിക്കാം. പറ്റുകയാണെങ്കിൽ ഇതിൽ ഞാൻ ഇൻക്ലൂഡ് ചെയ്യാം. അന്ന് നമ്മൾ വ്ളോഗിങ് ഒന്നും ചെയ്യാനുള്ള മൂഡിലല്ലേനോ. ഞാനും കാക്കും തെറ്റി ഇവിടെ എത്തിയപ്പോൾ. അതുകൊണ്ട് ഞങ്ങൾ വീഡിയോ എടുത്തില്ല. അത് ഞങ്ങൾക്ക് ഒരു ഇഷ്ടമുള്ള പരിപാടിയാണ്. എവിടെയെങ്കിലും പോയാൽ തെറ്റുന്നത്. ഗ്ലൗസ് ഇട്ടാൽ മതി. കൈ നല്ല തണുപ്പുണ്ട് കേട്ടോ. ചെക്ക് ചെയ്തില്ല ഞാൻ. അതുകൊണ്ട് പണി ഇവിടെ അങ്ങനെ കുഞ്ഞു പാലങ്ങൾ ഇങ്ങനെ കാണാം. ഇതൊക്കെ ഫുൾ ആർട്ടിഫിഷ്യലാണ്, ഒന്നും ഒറിജിനൽ അല്ല. ഒക്കെ അവരുണ്ടാക്കിയതല്ലേ കക്കു? ഈ കുഞ്ഞു പുഴ പോലത്തെ സാധനങ്ങളൊക്കെ അല്ലേ? ഓല് ഇങ്ങോട്ട് ഇങ്ങനെ കട്ട് ചെയ്ത് കണക്ട് ചെയ്തൊക്കെ ഉണ്ടാക്കിയതല്ലേ? ആണ് എനിക്കറിയാം. അല്ല, ഇപ്പൊ ഇതിൻ്റെ ഇടയിൽ കൂടെ ഒക്കെ പോയി. പാവം, പണ്ട് ഞങ്ങൾ ഇവിടെ വന്നപ്പോൾ വെള്ളമായിരുന്നല്ലോ എന്ന് പറഞ്ഞത് അന്വേഷിച്ച് നടക്കുന്ന ഒരു കൂട്ടം താറാപ്പറ്റകൾ നിങ്ങൾക്ക് ഇവിടെ കാണാം. ജീവിതം നഷ്ടപ്പെട്ടു പോയ ഒരു പറ്റം താറാവുകൾ. ഈ താറാവുകളൊക്കെ തണുപ്പത്ത് എന്താ ചെയ്യുക കാക്കോ? ഞങ്ങൾക്ക് നല്ല ഭംഗിയുള്ളൊരു വ്യൂ കാണിച്ചു കേട്ടോ. എനിക്കിഷ്ടമാണ് ഇവിടുന്ന്. നമ്മൾ ഇന്നൊരു ഷോർട്ട് കട്ട് എടുത്തിക്കണം. അന്ന് അതിലൊക്കെ ഇറങ്ങിയാ വന്നത് അല്ലേ? അത് സീ നോക്ക്. ഹായ് സിറ്റി. ഓ സിറ്റി ഓൺലി ബിക്കോസ് ഓഫ് ദിസ് ഐ ലവ് സിറ്റി. രാത്രി ഇതിങ്ങനെ കാണാൻ മാത്രമാണ് എനിക്ക് സിറ്റി ഇഷ്ടം. ഹായ് ഇറ്റ്സ് ലുക്സ് ഗോ ഗുഡ്. കണ്ടോ, നല്ല ലൈറ്റ്സ് ആണ്. നമ്മൾ ട്രൈപോഡ് നിൽക്കണമെങ്കിൽ നല്ലൊരു ഫോട്ടോ എടുക്കാനൊക്കെ. ഇത് ഒരു പോർട്ടായതുകൊണ്ടാണ് തോന്നുന്നു ഒരു ലൈറ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും വട്ടം കറങ്ങുന്നു. ഞങ്ങളിവിടെ ഉണ്ട് എന്ന് അറിയിക്കാനാന്ന് തോന്നുന്നു അല്ലേ കാക്കോ ലൈറ്റ് ഇങ്ങനെ കറങ്ങണത്? നൈസായി. അതെ മനസ്സിലായി. ഞാൻ പറഞ്ഞ എൻ്റെ കയ്യ് അത് ലൈറ്റ് ഹൗസ് അല്ല, അതേതോ ടീച്ചർ പറഞ്ഞെടുക്കുന്ന സ്ഥലം. അതെന്താ ഹൈറ്റ് ഇല്ലാത്തപ്പോൾ ലൈറ്റ് ഹൗസ് ഹൈറ്റ് ഉണ്ടാവില്ലേ? അത് ലൈറ്റ് ഹൗസ് ഒന്നല്ല കാക്കു, വെറുതെ പറയട്ടോ. അതേതോ DJ പാർട്ടി നടക്കുന്ന സ്ഥലമാണ് തോന്നുന്നു. ഫുൾ മുട്ടും പാട്ടൊക്കെയാണ്. കാക്കു അറിയില്ലെങ്കിലും കാക്കു പറയുന്ന കാര്യത്തിൽ ഭയങ്കര കോൺഫിഡൻസ് ആയിരിക്കും. അതാണ് ഞങ്ങളെ ഒരു പ്രത്യേകത.
തണുത്ത് 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 എൻ്റെ കയ്യ് പ്രവർത്തനരഹിതമായ പോലെ അയച്ചിട്ടോ. ലോട്ടസോ? അയ്യോ, ഫോക്കസ് പോയി. കണ്ടോ ഹായ്. So beautiful, so elegant, just looking like a wow. നമുക്ക് ആ സൈഡിക്ക് പോയാൽ മതി. ഇതിപ്പോ നമ്മള് വന്നോടത്തന്നെ തിരിച്ചെത്തിയില്ലേ? ആ, ഈ റോഡ് നടക്കാൻ ഭയങ്കര ഭംഗി. ഓക്കെ, ഇവിടെ വെള്ളം കേട്ടോ. ഇതെന്താണ് ഇങ്ങനെ നിർത്തിയിട്ടുള്ളത്? ഇങ്ങനെ ഒരു ബോട്ട് പോലും ഇല്ലേ? ഇവൻ സിംഗിൾ ബോട്ട് ഒന്നും കാണാനല്ലേ? ഗൈസ്, നിങ്ങൾക്ക് ഭാഗ്യമില്ലായിരുന്നു നമ്മൾ ഇതിൽ നിന്ന് മനസ്സിലാക്കുന്നു. വെരി സാഡ് ടു സേ. അന്ന് ഞങ്ങൾ വന്നിരുന്ന് ഇവിടെ ഇഷ്ടം പോലെ ഉണ്ടായിരുന്നു. ഞാൻ ആ ക്ലിപ്പ് പറ്റുകയാണെങ്കിൽ ഇതുണ്ടെങ്കിൽ എൻ്റെ അടുത്ത് പോയിട്ടുണ്ടെങ്കിൽ അവിടെ കൊടുക്കട്ടോ. കണ്ടോ, ഇങ്ങനെ വെള്ളമാണ് അവിടെ കണ്ടുകൊടുത്ത് മൊത്തം. പക്ഷെ പോലെ അതൊക്കെ എന്തോ കാട്ടി ഉടായിപ്പാക്കി വെച്ചു. നമുക്കതെല്ലാം ഇങ്ങനെ അങ്ങോട്ട് നടന്നു പോകും. അവിടെയൊക്കെ ക്ലോസ് ചെയ്തേക്കണം. താറാവുകൾ വെള്ളം കിട്ടിയ സന്തോഷത്തിൽ ആർമാദിക്കുന്ന ശബ്ദം കേൾക്കാം. കണ്ടോ, ഇതിൽ മൊത്തം എന്തോ ഒരു കുഞ്ഞു കുഞ്ഞു സാധനം കാണുന്നത് താറാവെന്ന് തോന്നുന്നു അല്ലേ? അതാ നടക്കട്ടെ, കൈ തണുത്ത് ഐസ് വയ്ക്കണം. അതാ അടിച്ചാണേ കാക്കണേ. ആ സൈഡിലേക്കാണ് കാറ്റ്. അവിടെ നിന്ന് ഇങ്ങോട്ട് തിരിയുമ്പോൾ തന്നെ എന്തൊരു സുഖം. അയ്യോ മേ. നമ്മളിതിലെങ്ങനെ നടക്കും. കാക്ക ഓൾഡ് ബോട്ടിന്റെ ഇത് പറഞ്ഞാണ് സ്റ്റോറി. ഓൾഡ് ബോട്ടിന്റെ സ്റ്റോറി പിന്നെ ഗൂഗിൾ ചെയ്ത് സെർച്ച് ചെയ്തിട്ട് പറയാതല്ലേ. എന്താണ് ഗൈസ്, ഒരു വിവരവുമില്ലാത്ത എൻ്റെ ഹസ്ബൻഡ്. നമ്മൾ ഇവിടെ നിന്നുള്ളൊരു വ്യൂ കണ്ടിട്ടോ. നമ്മൾ അവിടെ നിന്നാണ് നേരത്തെ എടുത്തത്. അപ്പോൾ ഇവിടെ നിന്നുള്ളൊരു വ്യൂ കണ്ടോ, നല്ല രസമല്ലേ കാണാൻ. ഹായ്. ഇവിടെ വെള്ളം കൂടി ആയിട്ടാണ് കേട്ടോ അതിന് എത്ര ഭംഗി. ലൈറ്റ്സിൻ്റെ ഒക്കെ ഭംഗി നമ്മൾ ഈ ചിത്രത്തിലൊക്കെ വരക്കുന്ന പോലെ അല്ലേ. ഇവിടെ കണ്ടോ കിളികൾ പാറിന് മൊത്തം ബേർഡ്സാണ്. ഒരു വൈറ്റ് കളറ് കാണില്ല. അതിന് മുന്നേ എൻ്റെ ഒരു വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട് കിളികളെ. നല്ല സൈസാണ് അത് ചള്. നല്ല രസമല്ലേ. കിളികളെ കണ്ട അന്തമിട്ട്. ഞാൻ കിളികളൊരു ക്ലോസ് എടുക്കാൻ പറ്റുമോ നോക്കട്ടെ. ഒരു മനുഷ്യല്ല, പക്ഷെ രാവിലെ വരുമ്പോൾ ഇഷ്ടം പോലെ ആൾക്കാരൊക്കെ നല്ല തിരക്കൊക്കെ. ഈ തണുപ്പത്തേ ഞങ്ങളെ പോലെ പിരാന്തുള്ള പോലെ ആരാ ഉണ്ടാവുക? കണ്ടോ, ഈ വരിക്ക് നിൽക്കണത് മൊത്തം കിളികളാ. ഹായ്. ഏറ്റവും ഈ തണുപ്പത്ത് എങ്ങനെ ജീവിക്കുന്നത് ഞാൻ ആലോചിക്കുന്നത്. പഠിച്ചവൻ അങ്ങനെയൊക്കെ പോലെ സൃഷ്ടിച്ചിട്ടുണ്ടാവില്ല. എന്താ പറയുക, സോ ബ്യൂട്ടിഫുൾ. നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് വാഹന പാർക്കിംഗ് ആണ്. കാറുകളായിട്ടുള്ളത് കുറേ കാണാം നമുക്ക്. ക്യാമറമൊക്കെ വെള്ളത്തുള്ളി ചാടിയിട്ടാണ് ഗൈസ് നിങ്ങൾ ഈ കാണുന്ന വൈറ്റ് ഡോട്ടുകൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. കണ്ടോ, പക്ഷെ നല്ല രസമല്ലേ. എഡിറ്റിംഗ് അല്ല, നാച്ചുറൽ എഡിറ്റിംഗ്. പ്രൊഫഷണൽ ഫോട്ടോഗ്രാഫർ ടേക്കിംഗ് ബാഡ് പിക്ചേഴ്സ്. ഇതാണ് നമ്മളുടെ ഈ സൈഡിൽ നിന്നുമുള്ള വ്യൂ ഗൈസ്.
ആണ് ലണ്ടൻ ബ്രിഡ്ജ്. നല്ല കേട്ടോ, ഏതോ ഒരു കുഞ്ഞു ബ്രിഡ്ജാണ്. നമ്മൾ ലണ്ടനിലല്ല ഗൈസ്. അപ്പം എങ്ങനെ നമുക്ക് ലണ്ടൻ ബ്രിഡ്ജ് ഉണ്ടാവും? നിങ്ങൾ അവിടെ ഒരു സാധനം കാണുന്നുണ്ടോ ഗൈസ്? കണ്ടോ ഒരു ഉണ്ട? അത് എന്താന്ന് ഞങ്ങൾക്കറിയില്ല. ബബിൾ ഹൗസ് പോലെ ഉണ്ട്. എവിടെ? ചുഴിയോ? ചുഴിയൊന്നല്ല പൊന്നാര കാക്കു. ഇങ്ങനത്തതൊക്കെ നിങ്ങൾ ഇഗ്നോർ ചെയ്യുക. കാക്കുവിന് ഇങ്ങനെ ഇടയ്ക്ക് ഓരോ ചളിയൊക്കെ പറഞ്ഞിട്ടില്ലെങ്കിൽ സന്തോഷം വരില്ല. ഫോക്കസ് ആവൂ, ഫോക്കസ് ആവൂ. ആ രാവിലെ ആണെങ്കിൽ ഇവിടെയൊക്കെ ഭയങ്കര രസമാട്ടോ. ഈ ഇരിക്കുന്ന സ്ഥലത്തൊക്കെ ഇങ്ങനെ ഇരിക്കാം. നമുക്ക് ഈ വ്യൂ കണ്ട് ഇങ്ങനെ ഇരിക്കാം. രാത്രിയും പറ്റും, പക്ഷേ ഈ തണുപ്പത്തൊക്കെ പിരാന്തന്മാരെ ഒന്നും ഇരിക്കുള്ളൂ. ഇവിടെ ഉണ്ട്, ഇവിടെയൊക്കെ കുഞ്ഞി പാലം. നമുക്കിതെല്ലാം ഇങ്ങനെ നടന്നു പോവാം. പഠിച്ചോനെ, ആരോ വരുന്നുണ്ടല്ലോ ഒരാളെ. ദൂരെ നിന്നും ഒരാൾ മന്ദം മന്ദം നടന്നു വരുന്നു. ഇതൊക്കെ പുഴ പോലെയാണോ? പക്ഷെ ഇതൊക്കെ പോലെ എന്തോ ആക്കി നശിപ്പിച്ചു. അവിടെ ഈ സൈഡിൽ വെള്ളമുണ്ട്. ഒഴുകി ഒഴുകി പോകുതടി. ഇതൊന്നും ഫോണിൽ അത്ര മെച്ചല്ല കാണുമ്പോൾ, പക്ഷെ നേരിട്ട് ഇതിലാറ് ഭംഗിയുണ്ട് കേട്ടോ. എൻ്റെ വോയിസൊക്കെ കേൾക്കുന്നുണ്ടോയെന്ന് അറിയില്ല കേട്ടോ. കാറ്റൊക്കെ ആയതുകൊണ്ടേ, കാറ്റാവുമ്പോൾ സൗണ്ടൊന്നും കേൾക്കില്ല. നമ്മളിതിൻ്റെ മറ്റൊരു സൈഡിലേക്ക് വന്നിരിക്കുകയാണ്. അപ്പോൾ ഇവിടെ നമുക്കൊരു വ്യത്യസ്ത തരം ലൈറ്റുകൾ കാണാൻ സാധിക്കുന്നതാണ്. നമ്മൾക്ക് അവിടെ ചെന്നിട്ട് ഇതിൻ്റെ കൂടുതൽ ദൃശ്യങ്ങൾ കാണാം. കാക്കു വന്നപ്പോൾ മുതൽ ഇവിടെ കാണുന്ന എല്ലാവിധ സാധനങ്ങളെയും ക്ലോക്ക് ടവർ എന്ന് അഭിസംബോധന ചെയ്യുന്നു. ഇവിടെ ഈ സാധനം കണ്ടോ? ഈ ലൈനുമ്പോൾ കൂടി നമുക്ക് അങ്ങോട്ട് ഇങ്ങനെ പോവാം. ഞങ്ങൾ എന്താന്ന് തോന്നുന്നത് മറ്റേ സിപ്പ് ലൈനാണ്. സിപ്പ് ലൈൻ അതും അങ്ങോട്ടും ഇങ്ങോട്ടും ഇഷ്ടം പോലെ ആൾക്കാർ പോയി കേട്ടോ. ഇപ്പോൾ കയ്യിൽ സമയം കഴിഞ്ഞു. ഞാൻ ഇത് കണ്ടപ്പോൾ വിചാരിച്ചു ഇതിൻ്റെ പണി നടക്കണുള്ളൂ, ഇത് പരിപാടി തുടങ്ങിയിട്ടില്ല. പക്ഷെ കാണാനൊരു ലോക്കൽ സെറ്റപ്പ് ആണെങ്കിലും ഇഷ്ടംപോലെ കുട്ടികൾ അതിമ്മ കൂടെ പോയിനു. നമുക്കും പോണ ഒരു ദിവസം. കുറച്ച് കഴിയട്ടെ, തണുപ്പൊക്കെ മാറട്ടെ. നല്ല രസമല്ലേ? തീപ്പന്തം കത്തിച്ച മാതിരി. വാവ്, ഭയങ്കര യുണീക്ക് ആയിക്കണു. കണ്ടോളൂ, തീപ്പന്തം കത്തിച്ച പോലെ നമ്മൾ വെച്ച ചന്ദനത്തിരി കത്തുന്ന പോലെ അല്ലേ? ഹായ് ഹായ്, നല്ല രസം. തണുപ്പിൻ്റെ ക്രമാതീതമായ വർധനവും പോരാത്തിന് മഴയും കാരണം. മഴ കാണുന്നുണ്ടോ നിങ്ങൾക്ക്? കണ്ടോ? വാവ്, സീ ലൈവ് മഴയാണ്. അത് കാരണം നമുക്ക് ഇവിടെ ഇനി നിൽക്കാൻ പറ്റും തോന്നുന്നില്ല. നമ്മൾ തിരിച്ചു പോവാടെ. ഐ ഹോപ്പ് ഇവിടെ വേറൊരാളുണ്ട്. ഐ ഹോപ്പ് നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടാവും. കുഞ്ഞു വീഡിയോ ആയിരിക്കും, പ്രോബബ്ലി ഒരുപാട് കണ്ടൻസ് ഒന്നും ഉണ്ടാവില്ല. പക്ഷെ ഞാനിത് നിങ്ങൾക്ക് കാണിച്ചു തരാമെന്ന് വിചാരിച്ചു. ഞാൻ ഫസ്റ്റ് ഇവിടെ വന്നപ്പോൾ തന്നെ ഞാൻ കരുതി ഇതൊരു വീഡിയോ എടുത്ത് കാണിച്ചു തരണം. അപ്പോൾ അത്രേ ഉള്ളൂ. വീണ്ടും എന്തെങ്കിലുമൊക്കെ ഒരു ടൈപ്പ് പരിപാടിയായിട്ട് നമ്മൾ തിരിച്ചെത്തുന്നതായിരിക്കും. അതുവരെ ബി വിത്ത് us. ബൈ കാക്കു. മഴ ഞാനൊരു മഴ കൂടി കാണിച്ചില്ല. ഈ ലൈറ്റിൻ്റെ അവിടെ നിന്നാൽ മഴ ഉണ്ട്.